താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത്. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്ത് എൻ്റെ മെമ്മറീസ് പോയത്, ആട് റിലീസായതിൻ്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേപ്പോട്ട് നോക്കി വായും പൊളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുൻ്റെ മുഖം വാടിയിരിക്കുന്നു. ഓഫ് കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പം ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇവർ അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ തമാശകൾ അങ്ങനെ വർക്കാവാറില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് വർക്കാവാത്തത് കൊണ്ടായിരിക്കും ഇവർ ചിരിക്കാത്തത്. പക്ഷെ എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെയും കളക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പോട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷേ ഇപ്പം ഇവിടെ നിൽക്കുമ്പം നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പിന്നെ മിഥുൻ്റെയും വിജയുടെയൊക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ്. അതേപോലെ എൻ്റെ കരിയറിലും ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 75 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറുപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം. പക്ഷേ ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. മാളികപ്പുറത്തിൻ്റെ എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിൻ്റെ എനിക്കറിയില്ല. കുറുപ്പിൽ ഞാൻ 2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. ആട് പക്ഷേ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിൻ്റെ ബഡ്ജറ്റ് എന്നറിയില്ല. എന്ന് വെച്ചാൽ ഞാനും ഇപ്പം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എന്നെ പാർട്ട്ണറാക്കാൻ വേണ്ടി സന്മനസ് കാണിച്ച തോമസ് തിരുവല്ല, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ആട് 1 പൊട്ടി, അത് കഴിഞ്ഞിട്ട് ആട് 2 വരുന്നു, ആട് 3 ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും തോമസ് ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. തോമസ് ചേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷേ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങളതുകൊണ്ട് ഭരതനാട്യം 2 പ്ലാൻ ചെയ്യുവാണ്. ആ ഒരു വിശ്വാസത്തോടെ ആട് 2 ബ്ലോക്ക് ബസ്റ്റർ ആയ പോലെ, ബ്ലോക്ക് ബസ്റ്റർ ആയാലും ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു 3 ആഴ്ച 4 ആഴ്ച കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലേ തോമസ് ചേട്ടാ, അങ്ങനെ ഒന്ന് ഓടിയാൽ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിൻ്റെ പേര് ഈ വിധത്തിലെങ്കിൽ അനൗൺസ് ചെയ്യാം അല്ലേ? ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുവച്ചോളം പോലെ ഫീൽ ചെയ്യില്ലല്ലോ. എന്നാലും പറഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ. ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2-ൻ്റെ. ആണോ? ആ, ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് വെച്ചോ, കുച്ചിപ്പുടി. അപ്പം അങ്ങനെ. അപ്പം ജോക്സ് അപ്പാർട്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ പടം ഒരു ബ്രഹ്മാണ്ഡ പടമായിരിക്കും. ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും. ആട് 1-ലെയും ആട് 2-ലെയും മിക്കവാറും ആക്ടേഴ്സൊക്കെ, മിക്കവാറും 95% ആക്ടേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ഡോണി ഇവിടെ ഇരിപ്പുണ്ട്. ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ ആട് 1-ലുണ്ടായിരുന്നു ഇദ്ദേഹം. ഒരു ഉഗ്രൻ ക്യാരക്ടർ, വിനായകൻ്റെ ഡ്യൂഡിൻ്റെ ടീമിലെ മെമ്പറായിരുന്നു. പണിയിലൊരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തു. ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റിയില്ല. പക്ഷേ തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സായ ഭഗത്ത്, നെൽസൺ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പടം വിജയമാകാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം.
പിന്നെ ജയനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ പുതിയ ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണുമല്ലോ എല്ലാ ദിവസവും. മിനിമം ഒരാളെങ്കിലും ആട് 3യെ പറ്റി ചോദിച്ചിരിക്കും. അപ്പൊ അത്രയ്ക്ക് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണമേ. താങ്ക് യു.